ഹായ്, എൻ്റെ പേര് ജിതിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഒപ്റ്റോമെട്രിസ്റ്റുകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒപ്റ്റോമെട്രിയുടെ തന്നെ എന്താ പറയുക, നമ്മൾ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ട്രാൻസ്പോസിഷനെ പറ്റിയാണ്. സിമ്പിൾ ട്രാൻസ്പോസിഷൻ അറിയാതെ നമുക്ക് ഒരിക്കലും റിഫ്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല ഒപ്റ്റോമെട്രിസ്റ്റ് ആവാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിങ്ങനെ മറന്നു പോകും, എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കാനുള്ള കുറച്ച് എളുപ്പ വഴികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പവർ ക്രോസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്പെൻസിങ് ചെയ്യുന്ന സമയത്ത്, കണ്ണട കൊടുക്കുന്ന സമയത്ത് മൈനസ് സിലിണ്ടർ ഫോർമാറ്റിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട്, സിലിണ്ടറിൻ്റെ സൈനും ആക്സിസും മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൈനസ് സിലിണ്ടറിനെ പ്ലസ് സിലിണ്ടർ ആക്കുക, പ്ലസ് സിലിണ്ടറിനെ മൈനസ് സിലിണ്ടർ ആക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു പെയർ ഓഫ് ലെൻസ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു സ്ഫിയറും ഒരു സില്ലും ഒരു ആക്സിസും ഉള്ള ഒരു ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേ എഫക്റ്റ് ആ ലെൻസിലൂടെ നോക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ അതേ പവർ അല്ലാതെ വേറൊരു പവർ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ ഒരു പെയർ ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതൊരു സ്ഫിയറും സില്ലും ഒരു ആക്സിസും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇരട്ട പോലെയുള്ള വേറൊരു ലെൻസ് ഉണ്ടാവും. അതായത് അതേ എഫക്റ്റ് കിട്ടുന്ന അതിൻ്റെ ഇരട്ട, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ പവറിലുള്ള ഒരു ലെൻസ്. അപ്പോൾ ആ ഒരു ഇരട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇരട്ട അല്ലെങ്കിൽ ട്വിന്നിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ അടുത്ത് രണ്ട് ലെൻസ് ഉണ്ട്. ഒരു ലെൻസ് +2ൻ്റെ ഒരു ലെൻസ്, ഈ ഒരു ലെൻസ്. രണ്ടാമത്തെ ലെൻസ് +4ൻ്റെയും -2ൻ്റെ ഒരു ലെൻസ്. രണ്ട് ലെൻസുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെൻസുകൾ ഞാനിങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയാണ്. ഇതൊരു ലെൻസ് ഇതൊരു ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയാണ്. ഈ ലെൻസ് ഞാനിങ്ങനെ ഇതിനുള്ളിൽ കൂടി നോക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിനുള്ളിൽ കൂടി ഞാനിങ്ങനെ നോക്കുകയാണ്. ഈ രണ്ട് ലെൻസുകൾ ഞാനിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ലെൻസിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്ന അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ +2 ലെൻസ് ആയിരിക്കും. പക്ഷേ ഇത് രണ്ട് ലെൻസുകൾ നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ഈ രണ്ട് ലെൻസുകളുടെ നെറ്റ് പവർ ആയിരിക്കും വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കിട്ടും. അപ്പോൾ +2 ഇവിടെ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ രണ്ട് ലെൻസുകൾ ഒന്നിച്ച് വെച്ചാലും കിട്ടുക. അപ്പോൾ ഇതേ ലെൻസിൻ്റെ ഇതേ എഫക്റ്റ് എനിക്ക് വേറെ രണ്ട് ലെൻസുകൾ കൂട്ടിച്ചേർത്ത് വെച്ചാലും കിട്ടും. ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ അതേ എഫക്റ്റുള്ള വേറൊരു പ്രിസ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ എന്താ പറയുക, സ്റ്റെപ്സ് കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ഞാൻ രണ്ട് വഴികൾ പറയാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമല്ലേ. ഓക്കെ, 2 ഡയോപ്റ്റർ സ്ഫിയർ, ഒരു +2 ഡയോപ്റ്റർ സില്ല് അറ്റ് 90 ആണെന്ന് വിചാരിക്കുക. പ്ലസ് ഇട്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ, കൂട്ടാനും കുറയ്ക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് SPH പ്ലസ് സില്ലാണ്. ഓക്കെ, സിലിണ്ടറും സ്ഫിയറും കൂടി കൂട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് സിലിണ്ടറിൻ്റെ സൈൻ, സിലിണ്ടറിൻ്റെ സൈനാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു സൈനിനെ ഓപ്പോസിറ്റ് ആക്കുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിസ്. സോ ഈ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 3 സ്റ്റെപ്പാണ് സിമ്പിൾ ട്രാൻസ്പോസിഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കിത് അനുസരിച്ചൊന്ന് ചെയ്ത് നോക്കാം. സ്ഫിയർ സില്ലും കൂടി കൂട്ടുക. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ പ്ലസ് സില്ല് കൂട്ടുക. സ്ഫിയർ സില്ലും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് +4 കിട്ടും. ഓക്കെ, +4 കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ഫിയർ കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സിലിണ്ടറിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. +2 എന്നുള്ളത് -2 ആക്കുക. ഡി സില്ല്. ഓക്കെ, അറ്റ് 90 ആണുള്ളത്. 90ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ ഓപ്പോസിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90യുടെ താഴെയുള്ള വാല്യൂസ് ആണെന്ന് പറയുന്നത്. 90യും 90യിൽ താഴെയുള്ള വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 90 ആഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 90യുടെ കൂടെ എങ്ങനെയാണ് 90 കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ 90 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ 80 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 90 ആഡ് ചെയ്യണം. അപ്പോൾ 90 ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരിക, 80ഉം 100ഉം 180 170. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 90 താഴെയുള്ള 90ഉം 90ന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 90, അതായത് 0 to 90 വരെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് 90. ഓക്കെ, 90 ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി 90 to 180 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 90 മൈനസ് ചെയ്യണം. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഒന്ന് മൈനസ് ചെയ്യുക. അതുപോലെ 170 എന്നാണ് നമുക്ക് ആക്സസ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ -90 ആയിരിക്കും. അപ്പോൾ 80 ആയിരിക്കും നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണേണ്ടത്. 90 വരെയാണെന്നുണ്ടെങ്കിൽ 0 to 90 വരെയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, 90യിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക, 90 കുറയ്ക്കുക.
അപ്പോൾ അതാണ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ഇതിൻ്റെ സില്ലും ഇതിൻ്റെ സൈനും ഇതിൻ്റെ ആക്സസും മാറ്റുക. ആകെ ഒറ്റ സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഓപ്പോസിറ്റ് സില്ലും ഓപ്പോസിറ്റ് സൈനും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കഥ പോലെ പഠിക്കാം. കഥ പോലെ പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കഥയും ഒരു ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞുതരാം. ആദ്യം കഥ പോലെ പഠിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ അത് ഓർത്തിരിക്കാനൊക്കെ എളുപ്പത്തിന്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും കോഡ് ഭാഷകളും കഥകളൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെക്കനും ഒരു പെണ്ണും. ഓക്കെ, അപ്പോൾ ചെക്കൻ്റെ പേര് സ്ഫിയർ എന്നാണ്, പെണ്ണിൻ്റെ പേര് സിലിണ്ടർ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ, ഇതാണ് നമ്മുടെ പെണ്ണ്. അപ്പോൾ ഈ ചെക്കനും പെണ്ണും കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ രണ്ടും കൂടി ഇവരൊരു മാട്രിമോണി വഴി കണ്ട് പരിചയപ്പെട്ട് ഇവരങ്ങ് സെറ്റായി. അപ്പോൾ ഇവർ തമ്മിലും കല്യാണം കഴിക്കാൻ പോകണം. അപ്പോൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്നാവുന്നു. അപ്പോൾ ചെക്കനും പെണ്ണും കൂടി കല്യാണം കഴിച്ചു. അതായത് ചെക്കനും പെണ്ണും കൂടി കണ്ടുമുട്ടി കൂട്ടി. അപ്പോൾ എന്തായി? SPH പ്ലസ് സില്ല്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ചെക്കനും പെണ്ണും കല്യാണം കഴിച്ചു, രണ്ടുപേരും കൂടി ചേർന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അതുവരെ കണ്ട ഒരു പെണ്ണിൻ്റെ സ്വഭാവമൊന്നും ആയിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പോൾ. പെണ്ണിൻ്റെ മട്ടും ഭാവവും മാറി. അപ്പോൾ ഇവിടെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടോ, ഓരോ ആക്സസും ഇതിന് എന്തെങ്കിലും ഒരു സൈനും ഉണ്ടാവും. മട്ടും ഭാവവും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സൈന് നേരെ ഓപ്പോസിറ്റായി, അതുപോലെ തന്നെ സ്വഭാവം നേരെ ഓപ്പോസിറ്റായി, അതേപോലെ തന്നെ അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായി. ഇപ്പോൾ 90 എന്നുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് 180 ആയി. ഇപ്പോൾ കഥ പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഒരു ചെക്കനും പെണ്ണും കല്യാണം കഴിച്ചപ്പോൾ പെണ്ണിൻ്റെ സ്വഭാവം മാറി. ഇനി നേരെ തിരിച്ച് പറയാം, ഇതിനെ വേണം നിങ്ങൾക്ക് ചെക്കനായിട്ട് എടുക്കാം. കല്യാണം കഴിച്ചപ്പോൾ ചെക്കൻ്റെ സ്വഭാവം മാറി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അപ്പോൾ കല്യാണം കഴിക്കുന്നതും കൂട്ടിമുട്ടുന്നതും അത് മാത്രമേ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ. പിന്നെ സ്വഭാവം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ ആയതുകൊണ്ട് സൈൻ മാറുക, ആക്സസും മാറുക. ഇനി രണ്ടാമത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. SPC ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ SPC, OP, സില്ല്, SI ഇല്ല. അതായത് SPC, OP, സിൽ, SI ഇല്ല എന്ന് ഓർത്ത് വെക്കുക. ഇല്ല എന്നുള്ളതിനൊരു X ആണ് ഞാൻ ഇട്ടേക്കുന്നത്, ഇല്ല. SPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയർ പ്ലസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സില്ല്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പായി. SPC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫിയർ പ്ലസ് സില്ല്, SPC, സ്ഫിയർ പ്ലസ് സില്ല്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സിലിണ്ടർ സൈൻ, ഓപ്പോസിറ്റ് സില്ല്, SI എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ, SI എന്ന് ഉദ്ദേശിക്കുന്ന സൈനാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിസ്, അത് ഞാൻ X എന്നാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ SI ഇല്ല എന്ന് പറഞ്ഞാൽ SPC, OPCയിൽ SI ഇല്ല. അപ്പോൾ SPC എന്ന് പറഞ്ഞാൽ സ്ഫിയർ പ്ലസ് സിലിണ്ടർ, OP എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സിലിണ്ടറിൻ്റെ സൈന്, അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ ആക്സിസും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ആലോചിച്ചാലും മതി. ട്രാൻസ്പോസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് T ആണ്. T എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് ഓർത്ത് വെച്ചാൽ മതി. S പ്ലസ് C. ഓക്കെ, സ്ഫിയറും സിലിണ്ടറും കൂടി ആഡ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ സൈന് മാറ്റുക, ഇതിൻ്റെ ആക്സസ് മാറ്റുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇനി ഇങ്ങനൊരു പവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ ക്രോസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പഠിക്കാം. പവർ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ എഴുതിയിരിക്കുന്ന ഒരു ക്രോസിനെയാണ് പവർ ക്രോസ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പവറിനെ ക്രോസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങളിങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ 2 ക്രോസ് വരയ്ക്കും, അതിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്കിവിടെ പുതിയൊരു ക്രോസ് കിട്ടും. ഇതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ പവർ ക്രോസിലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതിലാദ്യം നമുക്ക് ഈ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ കൂടി തന്നെ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്ഫെറിക്കൽ പവർ 2 മെറിഡിയനിലും ഉണ്ടാവും, +2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ പവർ. ഇനി സിലിണ്ടറിക്കൽ പവർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു മെറിഡിയനിൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ 90 എന്ന് പറയുന്നത് അതിൻ്റെ ആക്സസ് ആയിരിക്കും, 90ൽ 0 പവർ ആയിരിക്കും. ഇവിടെ മാത്രമേ അതിന് പവർ ഉണ്ടാവുള്ളൂ. 180ലായിരിക്കും ഓപ്പോസിറ്റ് മെറിഡിയനിലായിരിക്കും അതിന് പവർ, ഇവിടെ ആയിരിക്കും +2 വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെറിഡിയനിൽ നേരെ +2 കിട്ടും. ഈ മെറിഡിയനിലാണെന്നുണ്ടെങ്കിൽ +2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +4 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പവർ ഞാനിങ്ങനെ ഒരു ക്രോസിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും എനിക്ക് പവർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ സാധാരണ പഠിച്ചേക്കുന്നത്. ഇത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്ത് കാണിച്ചു തരാം, വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പിൽ. പക്ഷേ ഒരു സ്റ്റെപ്പിൽ
ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ ട്രാൻസ്പോസിഷൻ. ഇതിനെ നമുക്കൊന്ന് ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, SPC. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 4 കിട്ടും. ഓക്കെ, SPC DS -2 അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ഫോം എനിക്ക് കിട്ടി. ഇനി ഇത് ഞാൻ നോക്കാണ്ട് ഈ സൈഡിൽ നിന്ന് എഴുതാം. ഓക്കെ, ഈ സൈഡിൽ നിന്ന് എഴുതുമ്പോൾ ഞാൻ കാണല്ലോ അല്ലേ, ഞങ്ങളത്രയും കാണിക്കില്ല, എനിക്ക് അവിടെ എഴുതാൻ പറ്റുന്നില്ല. ഇനി ഇതേ സ്റ്റെപ്പ് ഞാൻ സിമ്പിളായി കാണിച്ചു തരാം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പവർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഇത് 2 സ്റ്റെപ്പിൽ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്ഫിയറിൻ്റെ ഈ ഒരു ആക്സിസ് വരുന്നുണ്ടല്ലോ, ഈ ഒരു ആക്സിസ് വരുന്നിടത്ത് കൊണ്ടിട്ട് നേരെ സ്ഫെറിക്കൽ പവർ എഴുതുക. ഓക്കെ, ഈ 90 എന്ന് വരുന്നിടത്ത് നേരെ ഈ ഒരു +2 എഴുതുക. അപ്പോൾ 90 മെറിഡിയനിൽ കൊണ്ടുപോയി +2 എഴുതുക. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്പോസ് പവർ 180ലാണ്. 180ൽ കൊണ്ടിട്ട് എന്ത് എഴുതുക, +4 എഴുതുക. ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പവർ ക്രോസ് നമുക്ക് വെറുതെ ട്രാൻസ്പോസിഷനെ മാത്രം വെച്ചിട്ട് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ക്രോസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 സ്ഫെറിക്കൽ പവറുകളും 2 ആക്സിസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്സിസിൽ കൊണ്ടുപോയി നിങ്ങൾ ആ പവർ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ 180ൽ കൊണ്ടുപോയി +4 എഴുതുക, 90ൽ കൊണ്ടുപോയി +2 എഴുതുക. നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ആൻസർ ആയിരിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാനിപ്പോൾ കോപ്പി അടിച്ചതാണെന്നുള്ളത്. അപ്പോൾ കോപ്പി അടിച്ച് അല്ലാതെ പ്രൂവ് ചെയ്യണമല്ലോ. എക്സാമ്പിൾ നോക്കിയാൽ 1 + DS, അടുത്ത ഒരു +1 തന്നെ എടുക്കാം, 1 DC @ 90. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ എനിക്കൊരു പവർ ക്രോസിലേക്ക് മാറ്റി എഴുതണം. പവർ ക്രോസിലേക്ക് മാറ്റി എഴുതാൻ എന്ത് ചെയ്യുക, ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുക. ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടി എനിക്ക് +2 കിട്ടി. +2 DS, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആക്സിസ് -1 @ 180 എന്ന് പറയുന്നൊരു ആക്സിസ്. ഓക്കെ, ഇനി ഇതിനെ പവർ ക്രോസിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 90ൽ കൊണ്ടുപോയിട്ട് +1 എഴുതുക, ഇവിടെ കൊണ്ടുപോയി +1 എഴുതുക, ഈ 180 കൊണ്ടുപോയിട്ട് +2 എഴുതുക, +2 എഴുതുക. ഇതായിരിക്കും ഇതിൻ്റെ പവർ ക്രോസ്. സിമ്പിളാണ്. ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എടുത്ത് തന്നെ നമുക്ക് പവർ എഴുതാൻ പറ്റും. ആക്സിസ് എവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കും സ്ഫെറിക്കൽ പവർ. ആ മെറിഡിയനിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പവർ അങ്ങ് എഴുതാനേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പവർ ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പവർ എടുത്ത് എഴുതാമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ക്രോസ് ഇതാണ്, +2ഉം +4ഉം. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പവർ എടുത്ത് എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വാല്യൂവിനെ ഞാൻ എടുത്തിട്ട് സ്ഫിയർ ആക്കി എഴുതി, +2 DS. ഓക്കെ, ചെറിയ വാല്യൂവിനെ സ്ഫിയർ ആക്കി എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫിയർ ആക്കി എഴുതിയതിൻ്റെ ആക്സസ് ഉണ്ടല്ലോ, ഇനി ഏത് ആക്സസ് 90, ഇത് തന്നെ ഞാൻ നേരെ എടുത്തിട്ട് ആക്സസ് ആക്കിയിട്ട് എഴുതിയേക്കാം. ഇത് നേരെ ഈ സ്ഫിയർ ആക്കി എടുത്തതിൻ്റെ ആക്സസ് തന്നെ എടുത്തിട്ട് ഇപ്പുറം കൊണ്ട് എഴുതാം, 90 ആണ് ആക്സസ്. അപ്പോൾ 2 ഭാഗം കഴിഞ്ഞു, 2 ഭാഗം സെറ്റായി, സ്ഫിയറും കിട്ടി ആക്സസും കിട്ടി. ഇതൊരു കാര്യം ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത, മൈൻഡ് ചെയ്യാത്ത ഈ ഒരു സാധനത്തിൽ നിന്ന് ഇതാൻ കുറച്ചാൽ മതി. അപ്പോൾ +4ൽ നിന്ന് +2 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കിട്ടും. ഓക്കെ, DC. സോ ഇതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ വാല്യൂ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറയ്ക്കാൻ എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ വാല്യൂവിനെ സ്ഫിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ +2നെ സ്ഫിയർ ആക്കി എടുത്തു, +4 എന്ത് ചെയ്തു, നമ്മൾ ഇതിന് എടുത്തതിൻ്റെ സെയിം ആയിട്ടുള്ള ആക്സസ് കൊണ്ട് കിട്ടും. എപ്പോഴും സ്ഫെറിക്കൽ ആയിരിക്കും ആക്സസ്. സ്ഫെറിക്കൽ പവർ നമ്മൾ എടുക്കുന്നതിൻ്റെ ആയിരിക്കും ആക്സസ്. സ്ഫെറിക്കൽ ആക്സസ്, സ്ഫെറിക്കൽ ആക്സസ്. ഓക്കെ, SPH എപ്പോഴും SA എന്നായിരിക്കും. SA നമ്മൾ SA എഴുതില്ലേ, അതേപോലെ തന്നെ സ്ഫിയർ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ആക്സിസ് വരുന്നത്. സ്ഫെറിക്കലിൻ്റെ മെറിഡിയൻ ഏതാണ് വരുന്നത് അതായിരിക്കും നമ്മുടെ ആക്സിസ്. ഇതെടുത്ത് നേരെ അതിൻ്റെ ആക്സിസ് എഴുതി, ഇനി വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുക. ഓക്കെ, കൺസിഡർ ചെയ്യാത്തതിന് അതെടുത്ത് കുറയ്ക്കുക. ഇതിനെയാണ് പവർ ക്രോസ് ചെയ്യുന്നത്, പവർ എടുത്ത് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാനിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്യല്. നമുക്ക് ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എടുത്ത് ക്രോസ് ആക്കി എഴുതാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, മറന്നു പോകരുത്. എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.